ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഉള്ളത് പറയാം, ഈ വീഡിയോയിൽ തേങ്ങന്റെ മൂടില്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഇത് കാണണം. കാരണം എന്താ, ഞാൻ ഉറക്കത്തിന് നീച്ചാൽ തന്നെ നേരം വെക്കിക്കണ്. ഏതായാലും നീച്ചാൽ എന്നാ പിന്നെ കുളിച്ചു മാറ്റി എങ്ങോട്ടേലൊക്കെ പോവാ, വല്ല കണ്ടന്റും കിട്ടിയാലോ. കുളിച്ചു മാറ്റി ലോറ് സ്കെച്ചു, അപ്പൊ തന്നെ അസറാൻ കൊടുത്തു, അസറും സ്കെച്ചു. ഒരു വെടിക്ക് 2 പക്ഷി പറഞ്ഞ പോലെ ഒരു ബാങ്കിന് 2 നിസ്കാരം. പെരന്റെ താഴത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ തന്നെ മൂട് പോയി. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് എന്തോ ഒരു മൂകത, ആകെ ഒരു ചടപ്പ്. എത്താത് ഇതൊക്കെ പെരന്റെ പുറത്തിറങ്ങിയപ്പോ കിളിന്ന് ചെക്കനെ മനസ്സിലാക്കണം. ചാറ്റൊക്കെ തരുന്നുണ്ട്, തേങ്ങന്റെ മൂടാണ്. ഞാൻ അങ്ങോട്ട് ചാറ്റ എടുത്തപ്പോ തിരിച്ച് ഇങ്ങോട്ട് ചാറ്റുന്നതാണ്. അല്ല ഇവനൊക്കെ എങ്ങനെ ഇന്നെ മനസ്സിലാവാനാ. പെരി നിന്നിട്ട് കാര്യമില്ല, കണ്ടന്റ് തപ്പി ഇറങ്ങണം. കണ്ടന്റിന് വേണ്ടി കണ്ണടച്ച് കാറ് പോയി. കാറെടുത്ത് നേരത്തെ നമ്മുടെ മാനേജർ ഷിബിലിന്റെ ഷിബിലിൽ എന്തോ പറ്റിക്കണോ ഡിപ്രഷൻ മൂഡിൽ തോന്നുന്നു. ഫാർമസിയിൽ നിന്ന് നമ്മളെ തല പുറത്ത് കിട്ടപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളി നമ്മളെ വീഡിയോനെ കുറിച്ച് ചർച്ച ചെയ്യും. തും ജസ്റ്റ് ഫോർ ഒരു വീഡിയോ ദേഖത്തെ ഹാ റമസാൻ വീഡിയോ അച്ചാ ഹേ എന്നൊക്കെ പറയുന്നത്. എന്താ ചെയ്യാ, അങ്ങ് നോർത്തിൽ വരെ നമ്മൾ ഫേമസ് ആയി. അനക്ക് കണ്ടന്റിലെ വേണ്ടി കോട്ടപ്പടി മാർക്കറ്റ് നമുക്ക് മൊത്തം ചുറ്റി കാണാറാണ് അസീമ കൂടി. കോട്ടപ്പടി അങ്ങാടി കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഞാൻ എന്റെ പ്രൊഡക്ഷൻ മാനേജറെ കണ്ടത്. മൂപ്പർ എങ്ങനെ എത്തി? യെസ്, ദിസ് ഇസ് മൈ പ്രൊഡക്ഷൻ മാനേജർ, ഇന്റെ വാപ്പ മിസ്റ്റർ മുഹമ്മദ് ബഷീർ PA. ചെറിയ ആവുന്നതിന് മുന്നേ വാപ്പ കൈമ മൈലാഞ്ചി കിട്ടുന്നത് കണ്ടത്. മഞ്ഞ കളറാണില്ല, സംഗതി നല്ല തൊടുവിലുള്ള മഞ്ഞൾ കുറച്ച് ക്ലീൻ ചെയ്യാൻ പോയതാ. എന്നിട്ട് ഡാഡിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ നേരെ മാർക്കറ്റിൽ കയറി. എത്ര കാലമായിടാ കോട്ടപ്പടി മാർക്കറ്റിനുള്ളിൽ കയറിയിട്ട്, എന്നോ പണ്ട് ചെറുപ്പത്തിൽ ടൗസറിട്ട കാലത്ത് കയറിയതാണ്. പക്ഷെ എത്ര കാലമായാലും എന്താ പണ്ടത്തെ അതേ മണം തന്നെ മാർക്കറ്റിന് ഇപ്പോഴും. ഈ ബുദ്ധിയില്ലാത്ത കോഴി പോത്തിന് ഇറങ്ങി മണ്ടി കൂടെ അതിനെ ആലോചിച്ചറിഞ്ഞു അതിനെ പറക്കുന്നു ഒരു പോത്ത് കോഴി. എന്റെ അമ്മയെ ഭക്ഷണകാലത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും പെരിയിലെങ്ങാനും പൊരിച്ച ആ മണം കൊണ്ട് പെരിന്ന് ഇറങ്ങി പോണതായി ഒരേ ഒരു സാധനം ഉണക്കലിന് കണ്ടെടുത്ത കണ്ടോളൂ. എനിക്ക് എന്നിട്ട് അസീമിന് ഒരു മഞ്ഞവത്തക്ക വേണമെന്ന് പറഞ്ഞാൽ അവനൊരു മഞ്ഞവത്തക്കി വാങ്ങി ഓന്റെ പെരിക്ക്. മാർക്കറ്റൊക്കെ കറങ്ങി തിരിച്ചെത്തി നമ്മൾ +2 പഠിച്ച കുറച്ച് എങ്ങന്മാരെ കണ്ട് കുറച്ച് ഓരോ നടത്താനും പറഞ്ഞ അവിടെ നിന്ന്. എന്നിട്ട് നോമ്പറക്കാൻ നേരായപ്പോൾ നേരെ പെരിക്ക് വിട്ട് ചെന്നപ്പോൾ നമ്മൾ സമൂസന്റെ വലിയ മസാല ഇറക്കണം. സമൂസന്റെ വലിയ പിന്നെ മസാല പിന്നെ വെടിമരുന്ന് ഇറക്കാൻ പറ്റും. ഏതാടജ്ജി കണ്ടപ്പോ എനിക്കൊരു ബോധി. പിന്നെ ഉമ്മാക്കൊരു സഹായിക്കോട്ടെ, ഞാൻ കുറച്ച് നിറച്ചെടുത്തു. എന്ത് മസാല എവിടെ? സമൂസന്റെ വലിയില്. നമ്മളെ ഡാഡിയാണ് നമുക്കിന്ന് ലൈം ഉണ്ടാക്കുന്നത്. ഏത് നാരങ്ങളെ ബാങ്ക് കൊടുത്ത് നോമ്പറന്ന് ഒരു സമൂസയും തിന്നു. സമൂസ ഞാൻ ചുറ്റിയോണ്ട് പറയല്ലേ, എന്താ രസം കാണാൻ, എന്താ രസം തിന്നാന്. ഇന്ന് മെയിൻ ഡിഷായി കഴിക്കാനുള്ള പള്ളിക്കത്തെ നെർച്ചോറാണ്. വാപ്പ കൊടുന്നാണ് നെയ്ച്ചോറും നല്ല ബീഫ് കറിയും പൂളക്കട്ട ബീഫ് കറി. എന്താ രസം കാണാൻ, എന്താ രസം തിന്നാൻ. എന്റെ മോനെ ഇനി വരൂ, നമുക്ക് നല്ല മോനായിട്ട് മാരി വിസ്കരിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.